എൻ്റെ അടുത്ത് ലാലേട്ടൻ പടം കണ്ടിട്ട് കിങ്ഫിഷർ കണ്ടിട്ട് എനിക്ക് പറഞ്ഞു എടാ ഞാൻ ചെയ്യായിരുന്നു റോൾ മോഹൻലാലിൻ്റെ റോൾ ആയിക്കൂടെ. ഞാൻ പറഞ്ഞു ചേട്ടനെ വെച്ചിട്ട് ഈ പടമൊക്കെ എങ്ങനെ മൗണ്ട് ചെയ്യും ഞാൻ അതെന്താ വിളിക്കായിരുന്നല്ലോ എന്ന് എന്നോട് പറഞ്ഞാണ്. കാട്ടുചെമ്പകം ഫ്ലോപ്പ് ആയതിനു ശേഷം ഐ വാസ് കംപ്ലീറ്റ്ലി ഔസ്റ്റഡ് ഫ്രം സിനിമ. ഭാഗ്യമില്ലാത്ത നടൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ എത്രയോ സിനിമകൾ എല്ലാവരും എവരിബഡി ഹാഡ് ഹൈ ഹോപ്സ് അബൌട്ട് ദാറ്റ് ഫിലിം. വിനയൻ സാർ ചെയ്യുന്നതാണ്. വിനയൻ സാർ ഹിറ്റ് മാത്രം എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 6-7 ചെക്ക് പുതിയ സിനിമകളുടെ ഉണ്ട്. ഇവിടുത്തെ മെയിൻ ഡയറക്ടേഴ്സിൻ്റെ ഉണ്ട്. പടം പൊട്ടി പിന്നെ ഓരോ ദിവസമായിട്ട് ഇവരുടെ ഓരോ വിളി, നിർമ്മാതാവിൻ്റെ വിളി വരെ. അത് ആ ചെക്കിലെ ഡേറ്റ് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ബാങ്ക് ഓഫ് ബറോഡ ചെക്കല്ലേ ഞാൻ ഉപരി തന്നത്, ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ചെക്ക് തരാം, ഇതൊന്നും തിരിച്ചു കൊടുത്തേക്കാവോ. അപ്പൊ ഓൾ ദോസ് ഹാപ്പൻ ആൻഡ് ദെൻ ഒരു 6 years ഐ ഹാഡ് നോ സിനിമ. ഞാൻ ലാസ്റ്റ് വിദ്യ കാണാൻ പോയത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയോ? പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഞാൻ നിങ്ങളോട് പറയണമെങ്കിൽ ഞാൻ കമൽഹാസൻ അല്ലായിരിക്കണം. ഫിനിക്സിന്റെ സമയത്ത് പ്രസ് മീറ്റിൽ പറഞ്ഞായിരുന്നു, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്, ഞാൻ ഔട്ടായി എന്ന് വിചാരിക്കുമ്പോ ആരെങ്കിലും പിടിച്ച് വലിച്ചു കൊണ്ടുവരും. സത്യം പറഞ്ഞാൽ ആ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ തന്നെയാണ്. ചിലപ്പോൾ മറന്നപ്പുറത്ത് വീഴും, അപ്പുറത്തെ റോങ് പറമ്പിൽ വീണാലും എങ്ങനെയെങ്കിലും ഉരുട്ടി വീണ്ടും കയ്യാലപ്പുറത്ത് വയ്ക്കും. കിങ്ഫിഷ് വരെ നീണ്ടത് എന്തേ ഒരു ഡിറക്ഷൻ? അഭിനയിക്കാൻ സിനിമകളുള്ളപ്പം ഏറ്റവും എളുപ്പവും ഏറ്റവും ലാഭകരവുമായിട്ടുള്ള പരിപാടി അഭിനയമാണ്. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അനൂപ് മേനോൻ, രേഖ. വെൽക്കം. ചെക്ക്മേറ്റ് എന്ന സിനിമയായിട്ടാണ് എത്തുന്നത്. എന്താ അനൂപേട്ടൻ ഈ ഒരു സിനിമയിലേക്ക് എക്സൈറ്റ് ചെയ്യിച്ച കാര്യം? ഒരു സിനിമയിലേക്ക് എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യം എന്താണെന്നുള്ള സത്യം പറഞ്ഞാൽ നമ്മൾ മറന്നു പോകും. കാര്യം ഇത് കുറെ കാലമായിട്ട് പ്രൊഡക്ഷനിലുള്ളൊരു സിനിമയാണ്. എനിക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമകളിലൊന്നാണ്. ഏറ്റവും ഏകദേശം 150ഓളം ദിവസം ഷൂട്ട് നടന്ന, എൻറ്റയർലി അമേരിക്കയിൽ ഷൂട്ട് ചെയ്ത എൻ്റെ ആദ്യത്തെ സിനിമ. പിന്നെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ മണ്ണിൽ ചവിട്ടിയിട്ടേ ഇല്ലാത്തൊരു മലയാള സിനിമയാണ്. എക്സൈറ്റ് ചെയ്യിച്ച കാര്യം ഇതിന്റെ പ്രോസസ്സാണ്. ഈ ഷൂട്ടിന്റെ പ്രോസസ്സ്, ഇവരെല്ലാവരെയും പരിചയപ്പെട്ട സമയം, അല്ലെങ്കിൽ ഇവരിലൂടെ നമ്മൾ ഒന്ന് റീഇൻവെന്റ് ചെയ്തു എന്ന് സ്വയം തോന്നിയ സമയം. കാരണം അത്രയും ഇൻവെസ്റ്റഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പായിരുന്നു ഇവർ. ഇതിൻ്റെ ഡയറക്ടർ രതീഷ്, രേഖ, രാജി, സുനിത്, ശ്യാം, സൗമ്യ, അങ്ങനെ ഒരു വലിയ ടീം ഇവിടെ ഉണ്ട്. ഇവരെല്ലാം ഇൻ ടാൻഡം, ഒരാൾക്ക് മേലെ എന്നൊരിതില്ലാതെ വർക്ക് ചെയ്ത്, അത് വല്ലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ, മലയാളിക്ക് ഇപ്പം ഇതിനകത്ത് വരാൻ പോകുന്ന ഒരു കാര്യം വെച്ചാൽ, നമ്മുടെ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഒരു അല്ല. അത് വളരെ ശക്തമായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, പുതിയ കാര്യമാണ്. അതാണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇപ്പം നമ്മളിപ്പം ഈ പറഞ്ഞ മണ്ണി ചവിട്ടണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനത്തെ ഇല്ല. ആ ഒരു കുഴമണ്ണിലും കുഴമഞ്ഞിലുമുള്ള ചവിട്ടൊന്നുമില്ല. ഇത് പൂർണ്ണമായും നമ്മുടെ ഇമോഷണലി ഏലിയൻ അല്ല, പക്ഷെ ഒരു മിലിയു വൈസ്, ആംബിയൻസ് വൈസ് ഏലിയൻ ആയിട്ടുള്ള ഒരു സിനിമയാണ്. സോ അതാണ് എക്സൈറ്റ്മെന്റ്. എന്താ ക്യാരക്ടർ ഫിലിപ്പ് കുര്യൻ എന്ന് പറയുന്ന ഒരു ഇതാണ്. ആക്ച്വലി ഇതൊരു ഫിലിപ്പ് കുര്യൻ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. രേഖയാണ് ആക്ച്വലി ഇതിൽ നായകൻ. അപ്പോൾ ഇയാളൊരു ഡാർക്കും ഗ്രേയും എന്നൊക്കെ പറയുന്ന നമ്മുടെ യൂഷ്വൽ ഇത് വിട്ടിട്ട് ഇയാൾ വളരെ ഹ്യൂമൺ ആയിട്ടുള്ള ഒരു ആളാണ്. ഹി ഹാസ് ഓൾ ദ ട്രാപ്പിംഗ്സ് ഓഫ് ബീയിങ് എ ഹ്യൂമൺ. അയാളുടെ ആംബിഷൻ ആയാലും അയാളുടെ ലെവൽ ഓഫ് ഡിസയർ ആയാലും. ഫോർ എനിക്ക് എന്നെ ഇപ്പം നേരത്തെ ഹരിത ചോദിച്ചതിൻ്റെ ഒരു എന്ന് വെച്ചാൽ എന്താണ് എക്സൈറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ, കംപ്ലീറ്റ്ലി അൺലൈക്ക് മീ ആണ് ഇയാൾ. ഞാൻ ഒട്ടും ആംബിഷൻ ഡ്രിവൺ ആയിട്ടുള്ള ആളല്ല, എനിക്ക് അങ്ങനെ ഒരു ഡിസയർ ഡ്രിവൺ ആയിട്ടുള്ള ആളല്ല. എനിക്കിത് അങ്ങനത്തെ ഒരു ഇതുമില്ല. അതെ, ഐ ആം നോട്ട് ആംബിഷൻ ഡ്രിവൺ. അതെല്ലാം അങ്ങ് സംഭവിച്ചു പോകുന്നു, അല്ലെങ്കിൽ എനിക്കൊരു വെള്ളിത്താലത്തിൽ കൊണ്ടു തരുന്നു എന്ന് പ്രതീക്ഷിക്കാനാണ് എനിക്കിഷ്ടം. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്കിപ്പം ഞാൻ വളരെ കണ്ടന്റാണ്. എനിക്ക് ഈ പോയിന്റിൽ എന്താണോ അത് ഓക്കെ എന്ന് വിചാരിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഞാനൊരു പ്ലാൻസും ചെയ്യാത്ത ആളാണ്. ഇന്ന സിനിമകൾ വേണമെന്ന് ആഗ്രഹിക്കാത്ത ആളുമാണ്. അപ്പം അങ്ങനെ ഒരാളിലേക്കാണ് ഫിലിപ്പ് കുര്യനെ പോലെ വളരെ ഡ്രിവൺ ആയിട്ടുള്ള ഒരാൾ വരുന്നത്. അപ്പോൾ അയാളുടെ കണ്ണിലും അയാളുടെ ബോഡി ലാംഗ്വേജിലും ഒക്കെ തന്നെ ടു മൂവ് ഫോർവേഡ്, ടു സെർച്ച് ഫോർവേഡ്, ടു ക്രാഷ് ഓൾ ദ ഗേറ്റ്സ് എന്ന് പറയുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഫിക്സേഷൻ ഉണ്ടാവണം. അത് ആണ് ഫിലിപ്പ് കുര്യൻ്റെ ട്രേഡ് മാർക്ക്. രേഖ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ് അല്ലേ? എങ്ങനെയാ ഈ സിനിമയിലേക്ക് ഇന്നാവണേ?
So ഞാൻ യുഎസിൽ I do a full-time job there. Okay. But there's a group of friends. അനുവേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ആണ്, whoever common interest for movies. അപ്പോൾ we've constantly talk about movies. ഒരുമാതിരി it's intense review sessions we have. അപ്പോൾ director Ratish Shekhar, he's very well known in Connecticut for his talent. So he brought up this idea, and ഈ ഒരു plot പറഞ്ഞപ്പോൾ we were all very excited. So I'd done a few music videos, അതായിരുന്നു എൻ്റെ ഒരു ആക്ടിങ് എക്സ്പീരിയൻസ്. പക്ഷെ വൺസ് ഐ ഹേർഡ് ദ സ്റ്റോറി ഐ വാസ് ഓൾ ഇൻ. ഓക്കെ. അങ്ങനെ തുടങ്ങി. വേറെ എന്തായിരുന്നു ഒരു ആക്ടിങ്ങിനോടുള്ള പാഷൻ തുടങ്ങുന്ന ഒരു? സോ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഹാസ് സ്റ്റാർട്ടഡ് ഹരിശ്രീ സ്റ്റുഡിയോസ്. സോ ഹി ഹരിശ്രീ അശോകൻ, അവർ ആ ഹരിശ്രീയാണ് പറയുന്നത്. So he was a founder. So Achan was always into art. So he was a musician. They had a band called Hijackers, and he did his first movie, which was Papan Priyapetta Papan. Appo Harishreel aa samay Achinte kuda work cheyidayirunnu Siddiqul Lalanklum. So avante first script when they presented it to him, they wanted him to produce it, and that's how Papan Priyapetta was born. And adiloru kutti role cheyittundu with one dialogue. But you know those memories, I think കുട്ടികളെ കുഞ്ഞായിരുന്നപ്പോഴാണ് കേട്ടോ കുട്ടിയായ റോള് ചെയ്തിട്ട്. അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സമയം എവറിത്തിങ് ജസ്റ്റ് വാസ് ലാർജർ ദാൻ ലൈഫ്. വെൻ വി സീ അനുവേട്ടനെല്ലാം സ്ക്രീനിലെല്ലാം കാണുമ്പോൾ ഇറ്റ് ഇസ് എക്സൈറ്റിംഗ്. മിററിന് മുമ്പിൽ വി ട്രൈ ടു ഡു ദീസ് റോൾസ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷെ ഐ നെവർ തോട്ട് ഓഫ് ഇറ്റ് ആസ് ഒരു ഫ്യൂച്ചർ. പിന്നെ ദ മൂവി ഡിഡ്ന്റ് ഡു എക്സ്ട്രീംലി വെൽ. പപ്പൻ പപ്പൻ ആ സമയം ഐ തിങ്ക് ഇറ്റ് വാസ് അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം. സോ അമ്മ കൈൻഡ് ഓഫ് took a step back and said പഠിത്തം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, കല്യാണം ആൻഡ് ഓൾ ദാറ്റ്. സോ ആ ഒരു റൗട്ടിൽ പോയി. പക്ഷെ സംഹൗ ഐ തിങ്ക് ആക്ടിങ് കോളിംഗ് വാസ് ദേർ. അപ്പോൾ ഇറ്റ് kind of came back, and I'm glad now all this happened, and especially with my role ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ചെക്ക്മേന്റെ ഒരു വേറൊരു സൈഡ് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് എന്നുള്ളത്, രേഖ ഹരിശ്രീ തുടങ്ങി വെച്ച ആളുടെ മകൾ, ഷീസ് കമ്മിങ് ടു മലയാളം സിനിമ. ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ ഒരു തുടർച്ച വർഷങ്ങൾക്ക് ശേഷം. ആൻഡ് ഓൾസോ അത് ഒരു തരത്തിലും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നെപ്പോക്കിഡല്ലോ. അപ്പം രേഖയുടെ ഒരു ട്രാജക്ടറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഐ മീൻ ദ വേ ഷി ഹാസ് വർക്ക് ത്രൂ ദിസ് മൂവി, റൈറ്റ് ഫ്രം ഷീ ഗോട്ട് റോബ്ഡ് ഇൻ. ഇവരെല്ലാം ഫ്രണ്ട്സ് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം the kind of effort that she has put in is unparalleled. വേറെ ഒരു ആക്ട്രസിൽ ഞാനത് കണ്ടിട്ടില്ല. ആ ലെവലിൽ ഒരു പുതുമുഖം എന്ന രീതിയിൽ മാത്രമല്ല, ആസ് ആൻ ആക്ട്രസ് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഇവരെല്ലാം ഫുൾ ടൈം ജോബുള്ള ആൾക്കാരാണ്. ഇവർക്കെല്ലാം 10 മണിക്കൂർ ജോലി ചെയ്യണം. അപ്പൊ രാവിലെയാണ് ഷൂട്ടിങ്ങെങ്കിൽ ഇവരുടെ വർക്ക് ടൈം പിന്നീടാക്കും. ആ 10 മണിക്കൂർ ഷൂട്ട് ചെയ്യും, 10 മണിക്കൂർ പോയി ജോലി ചെയ്യും, 2 മണിക്കൂർ ഉറങ്ങും. ഇതായിരുന്നു ഏകദേശം ഈ ഷൂട്ടിന്റെ മൊത്തം. ഷൂട്ട് കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ തന്നെ എല്ലാവരും ഉണ്ടാവും. ഇവരുടെ രസം അതാണ്. ഇവർ ഈ അമേരിക്കയിലെ കണ്ടിക്കട്ടിലെ സ്റ്റുഡിയോസിൽ ഇവരെല്ലാരും പോയി ഇരിക്കുക. എഡിറ്റിന് രതീഷ് ഇരിക്കുമ്പോ ബാക്കിലൊക്കെ ഇവരുണ്ടാവും. ടു പ്രോപ്പ് ഹിം അപ്പ്, അല്ലെങ്കിൽ അതിന് ഗീവ് സജഷൻസ് ഓർ ഗോ ഫോർ എ ഫൈറ്റ്, അതിനെല്ലാം ഉണ്ടാവും. ആ ഒരു ഭയങ്കര കൊളാബറേറ്റീവ് പ്രോസസ് ഈ സിനിമയ്ക്ക് പിന്നിലുണ്ട്. അപ്പൊ ഇതിന്റെ വരുംവരായികൾ എന്തു തന്നെ ആവട്ടെ, ഇത് ഹിറ്റ് ആവട്ടെ അല്ലെങ്കിൽ മോശമാവട്ടെ, ഇതൊന്നും അതിന് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഓൾ ദാറ്റ്, ഇത് ഭയങ്കര റിവാർഡിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി സിനിമ എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് ഹാൻഡ് കാണാത്ത ഒരു ഗ്രൂപ്പ്. ഇവരാരും ഒരു സിനിമ സെറ്റിൽ പോയിട്ടില്ല. മലയാള സിനിമ സിനിമ സെറ്റിലേ പോയിട്ടില്ല ആരും. അവരുണ്ടാക്കുന്ന ഒരു പടം ഇപ്പൊ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഒരു പടം നമുക്ക് എളുപ്പമല്ല. ലാൽ സർ ഇവിടെ ഇതിലുണ്ട്. യെസ്, അതായിരുന്നു ഒരു വേറൊരു എക്സൈറ്റിംഗ് ഫാക്ടർ, റൈറ്റ്? ബിക്കോസ് ലാലങ്കിളെ കണ്ട് വളർന്നാണ് ആസ് എ മിമിക്രി ആർട്ടിസ്റ്റ്, ഗ്രോയിങ് ഇൻ ടു മൂവീസ്, ആൻഡ് എക്സലന്റ് ആക്ടർ. അപ്പോൾ ഇവൻ ലാലങ്കിളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നെ ശ്യാം, നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനറെ കുറച്ചൊന്ന് പറ്റിച്ചതാ. വേറൊരു ആക്ടർ വരുന്നുണ്ട്, നമ്മളെല്ലാരും കൂടെ ഒരു സൂം കോളിൽ കയറിയിട്ടാണ് നമ്മൾ യൂഷ്വലി ആക്ടേഴ്സ് സംസാരിക്കുക. അപ്പോൾ വേറൊരു ആക്ടറിന്റെ പേര് പറഞ്ഞു, യു നീഡ് ടു ബി ദ ഫൈനാൻസ് ഐ വർക്ക് ആസ് എ ഫൈനാൻസ് ഡയറക്ടർ, സോ യു ഹാവ് ടു പ്രസന്റ് ദ ഫൈനാൻഷ്യൽ മോഡൽ, ദ ബഡ്ജറ്റ് ഓഫ് ദ മൂവി എല്ലാം പറഞ്ഞിട്ട് എന്നെ റോപ്പിൻ ചെയ്തു. ആൻഡ് സഡൻലി ഓൺ സൂം കോൾ ഐ സീ ലാലങ്കിൾ. സോ അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഐ കൈൻഡ് ഓഫ് ഫീൽ ലൈക്ക് അച്ഛൻ്റെ ഒരു ഡ്രീം ദാറ്റ് വാസന്റ് ഫുൾഫിൽഡ് ഇൻ എ വേ ഇസ് ബീങ്
done through me. Appo yeah, extremely special. അനുവേട്ട ഒരു തുടക്കകാലം നോക്കിക്കഴിഞ്ഞാൽ കാട്ടുചെമ്പൊക്കെ കഴിഞ്ഞ് കുറച്ചധികം സിനിമകൾ ചെയ്തു കഴിഞ്ഞ തിരക്കഥയാണ് എപ്പോഴും അജയ് ചന്ദ്രനെ നമ്മളൊക്കെ ഓർക്കുന്നുണ്ട്. കരിയറിൽ ഒരു മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയാവുന്ന ഒരു കഥാപാത്രം തന്നെയായിരുന്നില്ലേ അന്ന് അജയ് ചന്ദ്രനായി വരുന്നത്? കയ്യൊപ്പിലെ ആ ഒരു വേഷത്തിൽ രജിതേട്ടനുമായിട്ടുള്ള ഒരു കണക്ഷനൊക്കെ ആണോ ഈ തിരക്കഥയിൽ അജയ് ചന്ദ്രനായി മാറിയത്? ഓഫ് കോഴ്സ് ആയിരിക്കും. കയ്യൊപ്പം റോക്ക് ആൻഡ് റോളും ആ രണ്ട് സിനിമകൾ. ആക്ച്വലി കാട്ടുചെമ്പകം കഴിഞ്ഞ് ഞാൻ തിരക്കഥ ചെയ്യുന്നത് ഓൾമോസ്റ്റ് 8 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 2001 and 2008 ആണ്. 7 കൊല്ലം. അപ്പൊ അതുവരെ എനിക്ക് പടമില്ല. നമ്മള് സീരിയലൊക്കെ ചെയ്ത് അത്യാവശ്യം കഞ്ഞി കുടിച്ച് പോകുന്ന ടൈമാണ്. അപ്പൊ അവിടുന്ന് കയ്യൊപ്പം റോക്ക് ആൻഡ് റോളും ചെയ്തു. അപ്പൊ എനിക്ക് റോക്ക് ആൻഡ് റോൾ ആണ് ശരിക്കും അതിന്റെ റീസൺ. റോക്ക് ആൻഡ് റോൾ ഒരു കമേഴ്സ്യൽ ഹിറ്റ് ഒന്നും ആയിരുന്നില്ലെങ്കിലും ഐ വാസ് പിറ്റഡ് അഗെയിൻസ്റ്റ് മോഹൻലാൽ ആൻഡ് ഓൾ ദോസ് വെറ്ററൻസ്. എന്റെ ചുറ്റും ശ്രദ്ധിക്കേട്ടൻ. അപ്പൊ അവിടെയാണ് ആ ക്ലൈമാക്സ് സീനൊക്കെ. അപ്പൊ ആ ക്ലൈമാക്സ് സീൻ കഴിഞ്ഞപ്പോഴാണ് ലാലേട്ടൻ രഞ്ജേട്ടൻ എടുത്ത് പറഞ്ഞ് ഒരു കൈ നോക്കാട്ടോ ഒന്ന്. അപ്പൊ കാരണം അന്നും സിനിമയിലേക്ക് തിരിച്ചെത്തും എന്നുള്ളത് നമുക്കറിയില്ല. ഈ മൈറ്റ് ഗോ ബാക്ക് ടു സീരിയൽസ്, ഈ മൈറ്റ് ഇവിടെ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളതായിരുന്നു പൊതുവേ ഉള്ള ഒരു ഇത്. കാരണം സീരിയൽസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ബി ഇൻ സിനിമ. പ്രോബബ്ലി ഐ എം ദ ഓൺലി ആക്ടർ ഹു മെയ്ഡ് ഇറ്റ്. ഐ മീൻ സീരിയൽസ് കുറെ ചെയ്തതിന് ശേഷം. അപ്പൊ അങ്ങനെ തിരക്കഥ എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. 2007 തിരക്കഥ ആക്ച്വലി പ്ലാൻ ചെയ്ത ഷോർട്ട് ഫിലിം ആയിട്ടാണ്. ഞാനും ജ്യോതിർമയും അഭിനയിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിട്ടാണ് അത് പ്ലാൻ ചെയ്തത്. അപ്പൊ അത് വന്ന് കേൾക്കുന്ന സുബേർക്ക എന്ന് പറയുന്ന വർണ്ണചിത്ര സുബേർ, ഇതെന്തിനാണ് ഷോർട്ട് ഫിലിം ആയിട്ട് ചെയ്യുന്നത്? സിനിമയായിട്ട് ചെയ്യേണ്ട സിനിമയല്ലേ? എന്നെ വെച്ച് സിനിമ എടുക്കാൻ പറ്റില്ലല്ലോ ആ സമയത്ത്. ഇത്രയും ബിഗ് ബഡ്ജറ്റ് ഫിലിം, പീരീഡ് ഒക്കെ ചെയ്യണം. മാത്രമല്ല ഈ പറഞ്ഞ പോലെ സീരിയൽ ആക്ടർ ടാഗ് ഉണ്ട്. ഇപ്പോഴാണ് രഞ്ജേട്ടൻ എന്തൊക്കെയോ ഒരു ഫോൺ കോളുകളൊക്കെ നടത്തി അങ്ങനെ ഇത് മാറി പൃഥ്വിയിലേക്ക് മമതയിലേക്ക് പോയി. പൃഥ്വി അജയ് ചന്ദ്രൻ, മമത മാളവിക. എന്നിട്ട് ഞാൻ അക്ബർ അഹമ്മദ് ചെയ്യുന്നു. അങ്ങനെയായി. ആ സമയത്ത് എന്തോ ഭാഗ്യത്തിന് രാജുവിന് മണിരത്നത്തിന്റെ പടം കിട്ടും. അങ്ങനെ അത് അപ്പൊ അത് നടക്കില്ല എന്നാകുമ്പം രഞ്ജേട്ടൻ രാജുവിനോട് ചോദിച്ചു നീ മറ്റേ ക്യാരക്ടർ ചോദിച്ചു. ഞാൻ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ അജയേന്ദ്രനാണ്. സോ അതൊരു വലിയ പ്രോസസ്സാണ്. ഈ പറഞ്ഞ പോലെ ഇതെല്ലാം എവിടെയോ ഒരു കൺസ്പയറിംഗ് ഉണ്ട്. ചിലരതിനെ ദൈവം എന്ന് വിളിക്കും, ചിലരതിനെ യൂണിവേഴ്സ് എന്ന് വിളിക്കും, ചിലരതിനെ നമ്മുടെ ആഗ്രഹം എന്ന് വിളിക്കും. അല്ലെ? ശക്തമായുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തും എന്നുള്ളത്. ഈ ക്യാരക്ടർ അങ്ങനെ ഒരു ഡെപ്ത് ഉള്ള ക്യാരക്ടറിനെ നമുക്ക് തേടി വരികയാണ്. നമ്മുടെ ആ ക്രൂഷ്യൽ പോയിന്റിലകത്ത് തേടി വരുന്നത് എന്നുള്ളതാണല്ലോ. അന്ന് അതിനെ എങ്ങനെയാ സമീപിച്ചത്? കാരണം എപ്പോഴും നമ്മൾ ശ്രീവിദ്യാമ്മയുടെയും കമൽ സാറിന്റെയും കഥയാണ് എന്നൊക്കെ പറയും. അതിന്റെ മുകളിൽ ഒരുപാട് ചർച്ച നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു റെഫറൻസ് ഒക്കെ വെച്ചിട്ടൊക്കെയാണോ അതിനെ സമീപിച്ചത്? അത് മാത്രമല്ല, അതിന്റെ ഒരു ഈ പറഞ്ഞ പോലെ കമൽ സാറ് വിദ്യാമ്മയെ കാണാൻ പോയ ആ ഒരു സാധനമാണ് അതിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫസ്റ്റ് സ്പാർക്ക് എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കമൽ ശ്രീവിദ്യ കഥ പൂർണ്ണമായിട്ട് അത് തന്നെ അല്ലല്ലോ തിരക്കഥ എന്ന് പറയുന്നത്. തിരക്കഥ ഇന്നിപ്പോ നമ്മൾ റീവിസിറ്റ് ചെയ്യുമ്പോൾ അന്നൊരു ഡേയ്സ് ആണല്ലോ. നമുക്കൊരു വലിയ ക്യാരക്ടർ കിട്ടുന്നു, അതിന് നമുക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു എന്ന് എല്ലാം. അതിനപ്പുറം നമ്മൾ ഇന്നൊരു ആസ് എ ഫിലിം ലവർ അതിനെ വീണ്ടും കാണുമ്പോഴാണ് എന്തൊരു ഗ്രേറ്റ് സിനിമയാണെന്ന് പറയുന്നത്, എന്തൊരു ഗ്രേറ്റ് സ്ക്രിപ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അന്ന് അതല്ല. അന്ന് നമ്മൾ വി ജസ്റ്റ് വോണ്ട് ടു ബി ഇൻ സിനിമ. നമുക്ക് ഒരിക്കൽ കൈവിട്ട് പോയതാണ്. ഒരിക്കൽ ഈ കാട്ടുചെമ്പകം ഫ്ലോപ്പ് ആയതിനു ശേഷം ഐ വാസ് കംപ്ലീറ്റ്ലി ഔസ്റ്റഡ് ഫ്രം സിനിമ. അപ്പം ഒരു 7 കൊല്ലം ഇല്ല, ഒരു ഭാഗ്യമില്ലാത്ത നടൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ എത്രയോ സിനിമകൾ നമുക്കുണ്ട്. എത്രയോ സിനിമകൾ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. കാട്ടുചെമ്പകത്തിന്റെ റിലീസിന് മുന്നേ ഇപ്പം എല്ലാവരും എവരിബഡി ഹാഡ് ഹൈ ഹോപ്സ് അബൌട്ട് ദാറ്റ് ഫിലിം. പ്രത്യേകിച്ച് വിനയൻ സാർ ചെയ്യുന്നതാണ്. വിനയൻ സാർ ഹിറ്റ് മാത്രം എടുത്തിട്ടുണ്ട്, അങ്ങനത്തെ ഒരു ആള് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഷുവർ ഹിറ്റാണ്. അപ്പം എൻ്റെ കയ്യിൽ 6-7 ചെക്ക് പുതിയ സിനിമകളുടെ ഉണ്ട്. ഇവിടുത്തെ മെയിൻ ഡയറക്ടേഴ്സിൻ്റെ ഉണ്ട്. അവരെല്ലാം വന്നിട്ട് എൻ്റെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വിനയൻ സാറിൻ്റെ ഇത് ചോദിച്ച് ചെയ്യുന്നതാണ്. പടം പൊട്ടി പിന്നെ ഓരോ ദിവസമായിട്ട് ഇവരുടെ ഓരോ വിളി, നിർമ്മാതാവിൻ്റെ വിളി വരും. അതെ, ആ ചെക്കിലേ ഡേറ്റ് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അത് ബാങ്ക് ഓഫ് ബറോഡ ചെക്കല്ലേ ഞാൻ ഉപരി തന്നത്, ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചെക്ക് തരാം, ഇതൊന്നും തിരിച്ചു കൊടുത്തേക്കാവോ? അപ്പം ഓൾ ദോസ് ഹാപ്പൻ. ആൻഡ് ദെൻ ഒരു 6 years I had no cinema. സോ തിരക്കഥയ്ക്ക് പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് വേറെ ആലോചനയൊന്നുമില്ല. അപാരമായ ലോട്ടറി അടിച്ച ഒരു എന്താണ് ഒരു യാചകന്റെ ഒരു ഫീലായിരുന്നു നമുക്കത്.
ഈ പറഞ്ഞ് നമ്മൾ പറയുന്നുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് കമൽഹാസൻ സാറിന്റെ ഒരു തമിഴ് ഇന്റർവ്യൂല് ഈ ഇടയ്ക്ക് വൈറലായിട്ടുണ്ടായിരുന്നു സുഹൃത്ത് അല്ലല്ല കാതലി അതെ അങ്ങനെയാണെന്ന് അത് ഭയങ്കര ഇമോഷണൽ ആയി തോന്നിയിട്ടുണ്ടായിരുന്നു അത് കണ്ട സമയത്ത്. കമൽ സാർ എന്നോട് വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കൽ വളരെ കാഷ്വലായിട്ട് മീറ്റിങ്ങിനിടയിൽ കമൽ സാറിനോട് ചോദിച്ചു തിരക്കഥയുടെ കാര്യം ഇങ്ങനെ അതുപോലെയൊന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ലാസ്റ്റ് വിദ്യ കാണാൻ പോയത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞു എന്തിനായിരുന്നു? അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഞാൻ നിങ്ങളോട് പറയണമെങ്കിൽ ഞാൻ കമൽഹാസൻ അല്ലായിരിക്കണം എന്ന്. സോ അതിനൊരുപാട് ഇൻട്രീക്ക് അവിടെ കൊടുത്തിട്ടാണ് കമൽ സാർ ആ കോൺവെർസേഷൻ നിർത്തുന്നത്. പിന്നെ അത് എന്ത് തന്നെ ആവട്ടെ, ഐ ഫീൽ ഇറ്റ് ആസ് എ ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി. എത്ര കമൽഹാസൻ ആൻഡ് ശ്രീവിദ്യ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഫാളിങ് ഇൻ ലവ് ആൻഡ് ലേറ്റർ ഓൺ അപൂർവ സഹോദരങ്ങളിലൊക്കെ അവർ വീണ്ടും കമൽഹാസന്റെ അമ്മയായിട്ടൊക്കെ വരുന്ന പോയിന്റ്. സോ ഇറ്റ്സ് എ ടൈംലെസ് ക്ലാസിക് ആണ് ലവ് സ്റ്റോറി എന്ന് പറയുന്നത്. ചെയ്യുമ്പോ അത് മനസ്സിലുണ്ടായിരുന്നു ഇത് തന്നെ, അല്ലെങ്കിൽ രഞ്ജിയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ? ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എനിക്ക് അതൊന്നും എന്റെ മനസ്സിലുള്ളില്ല. കാരണം നമ്മളെ ഡേയ്സിലാണല്ലോ നമ്മളൊരു രഞ്ജിത്ത് സിനിമയിലെ നായകനായിട്ട് വരുമ്പോ നമ്മൾ ഈ കമൽഹാസന്റെ ബാക്ക് സ്റ്റോറിയാണ് മാർലോന്റെ ബാക്ക് സ്റ്റോറിയാണ് നമുക്ക് നമ്മുടെ വിഷയമേ അല്ല. അതിന് ആരുടെ ആയാലും നമ്മൾ ചെയ്യും. നമ്മൾ ചെയ്യുന്ന മാത്രമല്ല നമുക്കത് എല്ലാം എവറിത്തിങ് ഈസ് വെൽക്കം. എവറി ഡേ വാസ് ലൈക്ക് ഓ മൈ ഗോഡ് ഐ എം രഞ്ജിത്ത് സിനിമ, ഐ എം രഞ്ജിത്ത് ഹീറോ എന്ന് പറയുന്നതല്ലേ. ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. ആദ്യ സംവിധാനത്തില് രഞ്ജിയേട്ടനെ തന്നെ അഭിനയിപ്പിക്കുകയും ചെയ്തു. അത് കാലത്തിന്റെ നീതി. അത് തീരുമാനിച്ചതായിരുന്നു. ചിലർ വിചാരിക്കുന്നത് അല്ലാതെ അത് എൻ്റെ അടുത്ത് ലാലേട്ടൻ പടം കണ്ടിട്ട് കിങ് ഫിഷ് കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഞാൻ ചെയ്യായിരുന്നു റോള്, മോഹൻലാലിന്റെ റോള് ആയിക്കൂടെ. ഞാൻ പറഞ്ഞു ചേട്ടനെ വെച്ചിട്ട് ഈ പടമൊക്കെ എങ്ങനെ മൗണ്ട് ഞാൻ അതെന്താ വിളിക്കായിരുന്നല്ലോ എന്ന് എന്നോട് പറഞ്ഞാണ്. പക്ഷെ ദാറ്റ് പോയിന്റ് ഓഫ് ടൈം എനിക്ക് വേറെ ഒരു കാസ്റ്റും ഉണ്ടായിരുന്നില്ല. ഇത് ആദ്യം ആലോചിച്ചത് ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു കിങ് ഫിഷ്. അത് SP ബാലസുബ്രഹ്മണ്യവും ഞാനുമായിരുന്നു. ബാലസാറുമായിട്ട് ഞങ്ങളൊരു മീറ്റ് ചെയ്യാൻ കഴിഞ്ഞാണ്. അതൊരു കംപ്ലീറ്റ്ലി മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തത്. കിങ് ഫിഷ് ഡിഡ്ന്റ് ഡു വെൽ കമേഴ്സ്യലി അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഇപ്പൊ അത് തിയേറ്ററിൽ കണ്ടിട്ട് അല്ല OTT കണ്ട ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് അത് പകൽ നക്ഷത്രങ്ങളും അതുപോലെ തന്നെയായിരുന്നു. തിയേറ്ററിൽ ഒന്നും ആവാത്ത പടമാണ്. ലേറ്റർ ഓൺ ഇറ്റ് ബിക്കേം ഒരു ഫോളോയിങ് ഉള്ള ഒരു പടമായി മാറി, ചർച്ചയാവാറുണ്ട്. അനുപേട്ടന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ, കാണാറുണ്ടോ? അതെല്ലാം കണ്ട് വളർന്ന് ഒരു അതായത് അനുപേട്ടൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ ഒന്ന് മുട്ടടിച്ച വേലയ്ക്ക് എന്നൊരു ഇതായിരുന്നു. പക്ഷെ വൺസ് ഹി കെയിം ഇറ്റ് വാസ് എ ബ്രീസ് ബിക്കോസ് ഡേ വൺ തന്നെ ഹി വാസ് വെരി കൂൾ. എല്ലാവർക്കും ടിപ്സ് കൊടുക്കുക, തമാശ അറിയാം. സോ വി വർ ഓൾ കംഫർട്ടബിൾ ഓൺ സെറ്റ്. അപ്പം അലോങ് വിത്ത് അവർ പ്രിപ്പറേഷൻ അനുപേട്ടന്റെ ഒരു ആറ്റിറ്റ്യൂഡും വെച്ചിട്ട് യുനോ വിത്ത് ഓൾ ഹിസ് teachings and everything, it was a breeze. യുഎസിൽ പോയത് എപ്പോഴാ ആക്ച്വലി? ഒരു It's been about 15 years. 15 years പോയിട്ടുണ്ട്. ഓ, ഒരു യുഎസിലുള്ള ആൾ തന്നെയായിട്ട് അങ്ങ് കൂട്ടാ അല്ലേ? 15 years back. 15 years back. ഓക്കെ. അപ്പോ മലയാള സിനിമകളിലേക്കുള്ള ഒരു എക്സ്പോഷർ നല്ലോണം കുറയില്ല? ഉണ്ട്, കാണും, നല്ലോണം കാണും. ഇവരെല്ലാരും കാണും. നമ്മളെക്കാളും മലയാളം ലിറ്ററേറ്റ് ആണ് ഇവരെല്ലാരും. നമ്മൾ കാണാത്ത സിനിമയൊക്കെ ഇവർ കണ്ടിട്ടുണ്ടോ? ഇവരെല്ലാം വൈകുന്നേരം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിലോ ഇരുന്നിട്ട് എല്ലാ പടങ്ങളും കാണാറുണ്ട്. വെരി ലിറ്ററേറ്റ്. നമ്മുടെ അടുത്ത് ഇങ്ങനെ ആ പടം നോക്കി കഴിയുമ്പോൾ നമ്മളിങ്ങനെ അത് കണ്ടിട്ടില്ലല്ലോ. പ്ലസ് നമ്മൾ വെൻ വി ആർ ഫാർ ഫ്രം ഹോം എനിക്ക് നമ്മൾ കുറച്ചുകൂടെ ചെറിഷ് ചെയ്യും. ഈവൻ ചെറിയ ചെറിയ ഫെസ്റ്റിവൽസ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഡ്രസ് അപ്പ് ചെയ്ത് എല്ലാരും കൂടി ഇറ്റ് ബിക്കംസ് എ ബിഗ് ഡീൽ. എന്നിട്ട് ഞാൻ ചിലപ്പോ വീട്ടിലെല്ലാം വിളിക്കുമ്പോ അവരോ നമ്മള് ജസ്റ്റ് സദ്യയും പായസമായിരുന്നു, നമുക്ക് ഫുൾ ആഘോഷം. സോ അതൊരു സത്യം. ട്രോളിലൊക്കെ കാണില്ല, ഒരു മാസം 2 മാസം കഴിഞ്ഞാൽ ഓണാണ്. അതാണ്. അത് മാത്രമല്ല ഞാൻ ആകെ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഇത്രയും വലിയൊരു ഓണാഘോഷത്തിൽ വേറെ എവിടെയും പങ്കെടുത്തില്ല. ന്യൂയോർക്കില് നമ്മൾ അവിടെയായിരുന്നു. അതുപോലെ തന്നെ ട്രിവാൻഡ്രം ലോഡ്ജ് അന്നുണ്ടാക്കിയ ഓളം ചെറുതല്ല. ഞാൻ നേരത്തെ സംസാരിച്ച പോലെ തന്നെ അന്നത്തെ യൂത്ത് ഏറ്റെടുത്തൊരു സിനിമയായിരുന്നു, ഒരു മാറ്റം കൊണ്ടുവന്ന സിനിമയായിരുന്നു. VKP ഡയറക്ട് ചെയ്യാന്നുള്ളത് ബ്യൂട്ടിഫുൾ ചെയ്തു തന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 50 വയസ്സെങ്കിലും VKPക്ക് ആ സമയത്ത് കാണും. ഒബ്വിയസ്ലി VKP ആണ്, പുള്ളി അത്ര അപ്ഡേറ്റഡ് ആണെന്ന് ഇരിക്കെ ഒരു പുതുമുഖ സംവിധായകൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു യങ് ആയിട്ടുള്ള ഒരാള് ചെയ്യാമെന്നോ അല്ല അനുപേട്ടൻ തന്നെ ചെയ്യാമെന്നോ തോന്നിയിട്ടില്ല? ഇല്ല. VKP എന്നും യങ് ആണ്. VKP ഇപ്പോഴും നമ്മൾ ബ്യൂട്ടിഫുൾ 2 ആലോചിക്കുമ്പോഴും ലോഡ്ജ് 2ന്റെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും ഒക്കെ VKP ഈസ് വൺ ഡയറക്ടർ ഹൂസ് ഓൾവേസ് ഓൺ ഹിസ് ടോസ്.
പുള്ളിക്ക് ഒരിക്കാൻ ഈ അമ്പതൊന്നും പറയരുത്, അതിനൊന്നുമില്ല, പാവം അങ്ങനെ 25 വയസ്സേ ഉള്ളൂ. VKP ഈസ് ഓൾവേസ് യങ് അറ്റ് ഹാർട്ട് മാത്രമല്ല, ഓൾവേസ് വോണ്ട് ടു ഡു തിങ്സ്. വളരെ ഇൻഫെക്ഷ്യസ് എനർജി ഉള്ള ഒരാളാണ്. അല്ല, ഇത് കാണുമ്പോൾ ഒബ്വിയസ്ലി അത് പുള്ളി എടുത്തു വെച്ചെന്നുള്ള അത്ഭുതത്തോടെ നമ്മൾ ഓർക്കണേ. ഈസ് എ ഫാന്റാസ്റ്റിക് ഡയറക്ടർ. ആക്ച്വലി വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ഡയറക്ടേഴ്സ് ഇൻ മലയാളമാണ് VKP. VKPയുടെ ഒരേ ഒരു സംഭവം എന്ന് വെച്ചാൽ VKP അങ്ങനെ ഒരു മലയാളം സ്ക്രിപ്റ്റ് കാരണം VKP പലതും പഠിച്ച് വെളിയിലായതുകൊണ്ടും ഒക്കെ മലയാള ഭാഷയോട് അങ്ങനെ ഇതില്ല. പക്ഷെ ആസ് ഫാർ ആസ് എ ക്രാഫ്റ്റ് ഇസ് കൺസേൺ, ഹീസ് എ മാസ്റ്റർ. VKP ഒരു മാസ്റ്റർ തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഇൻക്ലൂഡിങ് ഡിജിറ്റൽ ആദ്യം കൊണ്ടുവന്ന അങ്ങനെയാണ്. ഹെലിക്യാം ആദ്യമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ട്രിവാൻഡ്രം ലോഡ്ജിലാണ്. സോ ഹീസ് എ മാസ്റ്റർ. 2 ആലോചനകൾ എഴുത്ത് ഉണ്ട് ആലോചനകളുണ്ട്. അതിന്റെ പ്രൊഡക്ഷന്റെ കാര്യങ്ങൾ ഇറ്റ്സ് എ ബിഗ് ഫിലിം. സോ ബ്യൂട്ടിഫുൾ 2ഉം ലോർഡ്സ് 2ഉം ഒക്കെ തന്നെയും 2025 നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മേഘ്ന രാജനെ വിനയൻ സാറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ ഈ ബ്യൂട്ടിഫുള്ളില് ഒരുപാട് നായികമാരുണ്ട്, നമുക്ക് പല ആലോചനകൾ വരുമല്ലോ. എങ്ങനെയാ ഒരു കന്നഡ നായിക? ആക്ച്വലി മേഘനെ എന്നോട് പറയുന്നത് ക്ഷേമയാണ്, എന്റെ വൈഫാണ്. അവളാണ് പറഞ്ഞത് ഈ കുട്ടിയെ കണ്ടുപോകൂ, യക്ഷിയും ഞാനും എന്ന് പറഞ്ഞ സിനിമയിലുള്ള. അങ്ങനെയാണ് അത്. ആ സമയത്ത് അവൾ തന്നെയാണ് ബ്യൂട്ടിഫുൾ എന്നുള്ള പേരും നിർദ്ദേശിക്കുന്നത്. അപ്പോ മേഘന അങ്ങനെ അതിൽ കണ്ടു. അപ്പൊ ഞാൻ VKP എടുത്ത് പറഞ്ഞു, VKP നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അവള് യക്ഷിഞ്ഞാലും കാണുന്ന കുട്ടി നമുക്ക് ഒരിക്കലും ഈ ക്യാരക്ടർ. But then we gave her that cotton saree, red bindi and that whole makeover. ടിപ്പിക്കൽ മല്ലു ഗേൾ ആയിട്ട് മാറ്റിയത്. അതൊരു എന്താ പറയാ, ഒരു ക്ലാസിക് വിഷ്വൽ ജോമോന്റെ ആയല്ലോ. ഉള്ള കോട്ടൺ സാരി എടുത്ത് മഴയത്ത് നടന്നു വരുന്നത്. ബ്യൂട്ടിഫുൾ എന്നുള്ള പേരും മേഘനയും ഒക്കെ. അതുപോലെ തന്നെ അനുവേട്ടൻ ഇപ്പൊ ബ്യൂട്ടിഫുൾ ആയാലും കോക്ടെയിൽ ആയാലും ട്രിവാൻഡ്രം ലോഡ്ജ് ആയാലും ആ കാലത്ത് അനൂപ് മേനോ എന്നുള്ള ഒരു കയ്യൊപ്പ് പതിഞ്ഞ സിനിമകളായിരുന്നു. ഇതിലൊന്നും അല്ലെങ്കിൽ കിങ് ഫിഷ് വരെ നീണ്ടത് എന്തേ ഒരു ഡിറക്ഷൻ ചെയ്യാം എന്നുള്ളൊരു കാര്യം? ഒന്നാമത്തെ കാര്യം, അഭിനയിക്കാൻ സിനിമകളുള്ളപ്പം ഏറ്റവും എളുപ്പവും ഏറ്റവും ലാഭകരവുമായിട്ടുള്ള പരിപാടി അഭിനയമാണ്. സുഖ പരിപാടിയാണ്. ഒരു തരത്തിലുള്ള നമ്മളെ ടെൻഷൻസും ഇല്ല. നമുക്ക് ഇന്ന സീൻ എഴുതിയില്ല, അന്ന സീൻ എഴുതിയില്ല എന്നുള്ള പേടിയില്ല. അതെല്ലാം നമ്മുടെ ട്രെയിൽ കൊണ്ടുവരും. ഒരു 10 അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ കൂടെ ഉണ്ടാവും. അവര് നമ്മളെ എന്താ ചെയ്യേണ്ടെന്ന് കാര്യങ്ങൾ പറയും. സോ ആ ഒരു അലസത ഉണ്ടല്ലോ, ആ ഒരു ആലസ്യത്തിന്റെ സുഖത്തിൽ നമ്മൾ ചെയ്യാത്തതാണ്. വേറെ ഒന്നും ഇതിനകത്തില്ല, ഒരു എക്സ്ക്യൂസും ഇതിനകത്തില്ല. ബാക്കിയെല്ലാം ഞാനതൊരു എന്താണ്, ഒരു ക്രിയേറ്റീവ് ലള്ളിലേക്ക് പോയതാണ്. അങ്ങനെയൊന്നുമല്ല. ഹാപ്പി ആയിട്ട് ഷൂട്ട് ചെയ്ത് പടങ്ങള് അഭിനയിച്ച് പോകുന്നതായിരുന്നു. പിന്നെ സാമ്പത്തിക ലാഭം മാത്രമല്ല, അതിനകത്ത് നമുക്ക് വി ലിവ് എ ലൈഫ്. ഇപ്പൊ ഞാൻ ഈ അടുത്ത് നമ്മുടെ ഇവിടുത്തെ ഇന്റർവ്യൂലാണെന്ന് തോന്നുന്നു, എപ്പോഴും ഓർമ്മിക്കപ്പെടുന്നത് നടന്മാരാണ്. കാരണം ഇപ്പം നമ്മളിപ്പോ എന്താണ് ഇതിൻ്റെ ഒരു സിനിമയിലേക്ക് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി അതിൻ്റെ ഫെയിമും അതിൻ്റെ പൈസയും അല്ല. ഡീപ്പ് ഡൗൺ എന്താണെന്നറിയാമോ? എറ്റേണിറ്റിയാണ്. അതായത് എല്ലാ കാലത്തേക്കും നമ്മളെല്ലാം മരിച്ചു പോകുന്ന ആൾക്കാരാണ്. മരണശേഷവും നിങ്ങൾ റിമെമ്പർ ചെയ്യപ്പെടുന്നു എന്ന കാര്യമാണ് ഇതിൻ്റെ അട്രാക്ഷൻ. റിയലി ഒരു സബ് കോൺഷ്യസ് ലെവലിൽ അതാണ് സംഭവം. അതുകൊണ്ടാണ് സിനിമ ഇത്രയധികം ആൾക്കാർ, അല്ലാതെ പൈസ കിട്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അവിടെ. പക്ഷെ അതിനൊന്നും ഇല്ലാത്ത ഗ്ലാമറും അതിനൊന്നും ഇല്ലാത്ത ഒരു അട്രാക്ഷനും ഇതിനുള്ളതിന്റെ കാരണം വി ആർ ബിക്കമിങ് ഇമ്മോർട്ടൽ. നമ്മുടെ മരണഭയങ്ങളുണ്ടല്ലോ, ആ മരണഭയങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന ഒരു കാര്യമാണ് സിനിമയിലേത്. നസീർ സാറിനെ നമ്മൾ ഇപ്പോഴും റിവെയർ ചെയ്യുക, റിമെമ്പർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അന്ത്യകാലത്ത് എത്ര ബിസിനസ്സുകാരെ നമ്മൾ ഓർക്കുന്നുണ്ട്? ആരെയും ഓർക്കുന്നില്ല. അപ്പൊ അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അനൂപ് മേനോൻ സിനിമ എന്ന് പറയുമ്പോഴും ആ മുഖം ആദ്യം കണ്ടിട്ടായിരിക്കും അല്ലേ നമ്മൾ. അതില്ലെങ്കിൽ പിന്നെ അതില്ലല്ലോ. ഇപ്പൊ ഉള്ള സംവിധായകരുടെ ഗുണം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഈ ഓഡിയോയും വീഡിയോ നിങ്ങളെ പോലുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് ഡയറക്ടേഴ്സിനെ ആൾക്കാർക്ക് അറിയാം. മുന്നേ ഉള്ള ഡയറക്ടേഴ്സ് വിൻസെന്റ് മാഷിന്റെ മുഖം ഓർക്കുന്നവർ വളരെ കുറവാണ് അല്ലെ. ഇപ്പൊ അതുണ്ട്. ഇപ്പം ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി ആരാണ് നമുക്കറിയാം, കണ്ടറിയാം. മറ്റത് പണ്ടതില്ല. അപ്പൊ ഇത് കുറച്ചുകൂടെ ഒന്ന് വെളിപ്പെട്ട് വന്നിട്ടുണ്ട് തിരക്കഥാകൃത്തുക്കളും സംവിധായകരും. കൂടുതൽ സംവിധായകർ, തിരക്കഥാകൃത്തുക്കളുടെ മുഖവും വളരെ കുറവാണ്. മിടുക്കന്മാരെ എത്ര പേരുണ്ട്, എത്രയോ പേര്. പക്ഷെ അവരെയൊക്കെ നമ്മൾ അങ്ങനെ മുഖം വെച്ച് ഓർക്കാറില്ല. ആദ്യമായിട്ട് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ഡേ എങ്ങനെയായിരുന്നു? കാരണം ഒരു സിനിമയാണ് തുടങ്ങുന്നത്.
നമ്മള് ഒത്തിരി വർക്ക്ഷോപ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അബൌട്ട് 8 months ആക്ടിംഗ് വർക്ക്ഷോപ്സ് ചെയ്തു. സോ ഡയലോഗ് വൈസ് എല്ലാം ഇറ്റ് വാസ് ഗുഡ്. വലിയ കുഴപ്പമുണ്ടായില്ല. എനിക്ക് പക്ഷെ ഒരു ടോട്ടൽ കർവ് ബോൾ ദാറ്റ് കെയിം ടു മീ വാസ് എന്റെ അനുപേട്ടന്റെ ഒരു ആർഗ്യുമെന്റ് സീൻ ഉണ്ടായിരുന്നു, വിച്ച് വാസ് പ്രോബ്ലി വൺ ഓഫ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ സീൻസ് ഫോർ മീ. ആ സീന് ഐ സ്റ്റഡീഡ് എവറിത്തിങ്, ഐ വാസ് ഓൾ പ്രിപ്പയർഡ്. അന്ന് രാവിലെ രതീഷ് ഡിസൈഡ് ടു ചേഞ്ച് ദ സ്ക്രിപ്റ്റ് വിത്ത് ദ ഡയലോഗ്സ്. അത് ഞാൻ നല്ലോണം വെള്ളം കുടിച്ചു. ബിക്കോസ് അന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റൻസ് ആയിരിക്കണം. ഒരു സിനിമയാകുമ്പോൾ എക്സ്പ്രഷൻസ് മാറ്റർ, നമ്മൾ പറയുന്ന വേർഡ്സ്, ആ ഒരു എനർജി ബിറ്റ്വീൻ ദ ക്യാരക്ടേഴ്സ്, ദർ സോ മച്ച് പ്ലേയിങ് ഇൻ ഇറ്റ്. അപ്പൊ വെൻ ഐ ഡിഡ്ന്റ് ഹാവ് ഇറ്റ്, എന്റെ തല വെന്റ് ബാക്ക് ടു അടുത്ത ഡയലോഗ് എന്താ, ആ ഒരു സാധനം. ആൻഡ് ഇറ്റ് വാസ് ലോങ് ഡയലോഗ്സ് ഓൾസോ. അന്ന് കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷെ അഗൈൻ അനുപേട്ടൻ വാസ് വെരി കോഓപ്പറേറ്റീവ്. ഫുൾ ടീം എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഒരു മൂലയ്ക്ക് പോയി കരഞ്ഞു, തിരിച്ചു വന്നു. ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? എന്റെ ക്യാരക്ടർ ഇസ് വെരി ambitious, ഗോ ഗെറ്റർ, ഭയങ്കര സ്ട്രീറ്റ് സ്മാർട്ട് ആണ്. ആൻഡ് ഈ ഒരു റോളിൽ ഐ ബീൻ ഏബിൾ ടു ഒരു 360-degree ക്യാരക്ടറാണ്. സോ ഐ ബീൻ ഏബിൾ ടു ഡു a little bit of the romantic side, a little bit of കുറച്ചും കൂടെ conniving. അങ്ങനെ നേരത്തെ അനുപേട്ടൻ പറഞ്ഞ പോലെ all the characters in this movie are very human. അപ്പൊ ആ ഒരു ഫാക്ടർ കാരണം ആ ഒരു ഇതുണ്ട്. പ്ലസ് നമ്മുടെ മൂവിയിലെ അതർ ക്യാരക്ടേഴ്സ് തന്നെ പറഞ്ഞാല് വിമൻ ക്യാരക്ടേഴ്സ് ഹാവ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ്. അപ്പോ ദേ അബൌട്ട് 5 women characters, myself, Anjali, Raji, Soumya. So എല്ലാരും തമ്മിലുള്ള ഒരു ഡൈനാമിക്സ്, everyone is very ambitious, പക്ഷേ very different in terms of their goals. And അവരുടെ personalities, how it all comes together, and the dynamic with the male characters, I find it very interesting. വാസുദേവ ഷേണായി, ലാൽജു സാർ ആ ഒരു വിക്രമാദിത്യന്റെ മുന്നേ നടന്ന ഒരു കാര്യം പറഞ്ഞത്, അനൂപിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ക്ലൈമാക്സിനെ പറ്റി. അത് അത്രയും ക്രൂഷ്യൽ അല്ലേ, ഇത് എങ്ങനെയായിരിക്കും എന്നൊക്കെ. എന്തായിരുന്നു ആ ഒരു തുടങ്ങിയപ്പോഴും ഉള്ള മാനസികാവസ്ഥ, ഓണായപ്പോഴും പ്രൊജക്ട് ഇങ്ങനെ തന്നെയായിരുന്നു? ഈ ക്ലൈമാക്സ് എന്താവും എന്നുള്ളതിലൊരു അല്ല, ക്ലൈമാക്സിൽ എനിക്കുണ്ടായിരുന്ന ഒരു റിസർവേഷൻ എന്ന് പറയുന്നത്, ഇത്രയും പെട്ടെന്ന് ഒരാൾക്ക് ഒരു IAS ഒക്കെ കിട്ടി, അത് ദാറ്റ് വാസ് ലൈക്ക് എനിക്ക് അത് ഞാൻ വീണ്ടും പിന്നെ നമ്മുടെ ലോജിക്കുകൾ ഡിഫൈ ചെയ്യുന്ന ഒരു സാധനമാണ് സിനിമ എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ ചില സംവിധായകർ അത് കോൺസെപ്ഷ്യലൈസ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ ആ ലൂപ്പ് ഹോൾസ് ഒക്കെ ആൾക്കാർ മറക്കും എന്ന് നമുക്ക് തോന്നിയ ഒരു, അത് മനസ്സിലായ ഒരു കാര്യമാണ്. അങ്ങനെ മറന്ന സിനിമ തന്നെയാണ്. അതാണ് നമുക്കത്, കാരണം അയാൾക്ക് വേണ്ടി അത്ര റൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ദുൽഖർ ചെയ്ത ക്യാരക്ടറിന് വേണ്ടി നമ്മൾ റൂട്ട് ചെയ്യും. അയാളിനി 30 ദിവസം കൊണ്ട് IAS എടുത്താലും നമുക്ക് ഓക്കെ ആണെന്നുള്ള ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ സ്ക്രിപ്റ്റ്. അതെ, ഇക്ബാൽക്ക് അത് അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് അത് ഓക്കെയാണ്. എനിക്ക് ആ ഒരു റിസർവേഷൻ ആ സിനിമയെ കുറിച്ച് ഉണ്ടായിരുന്നു. ബട്ട് ഓൾ ദ റെസ്റ്റ് എനിക്ക്, കാരണം വാസുദേവൻ ഷേണായിൽ തുടങ്ങി ഷേണായിൽ തന്നെ എൻഡ് ചെയ്യുന്ന ഒരു കേവ് അതിലുണ്ട്. അയാളുടെ കഥയാണത്. അയാളുടെ ഒരു തുടക്കം മുതൽ ആ മനുഷ്യൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങുകയും പ്രണയത്തിൽ നിരാകരിക്കപ്പെടുകയും ഒക്കെ ചെയ്ത് ഒരു കോമിക്കൽ ഇന്റർലൂഡ്സ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അയാൾക്ക് ഒന്നേ ഉള്ളൂ, അയാൾക്ക് ജയിച്ച് കാണിക്കണം എന്നുള്ളത്. ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് ഇസ് ഷേണായിയുടെ ഒരു ആർക്കാണ് അത് ഹോൾ സിനിമ എന്ന് പറയുന്നത്. അതിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഷേണായി മുട്ടുമടക്കുന്ന അല്ലെങ്കിൽ there are things more important than this എന്ന് അയാൾ മനസ്സിലാക്കുന്ന ഒരു ആർക്കുണ്ട്. വെൽ റിട്ടൺ. ആദിത്യനോടുള്ള നമ്മുടെ ഇഷ്ടം കൂടുതൽ പോലും ഈ ഷേണായിയോടുള്ള ദേഷ്യമാണ്. അയാൾ ഇത് ചെയ്യുന്നോണ്ടാണ് ആദിത്യന്റെ കൂടെ പ്രേക്ഷകർ നിൽക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഷേണായി ആ ഒരു ഏജ് ആണ് കണ്ടിന്യൂ ചെയ്തപ്പോൾ മേ ബി പാസ്റ്റ് കാണിക്കുന്നതിൽ ചെറുപ്പമാവുന്നു. അല്ലെ ഇപ്പൊ നമ്മൾ കാണാറുണ്ട് പ്രായമായ ആൾക്കാർ റോള് ചെയ്തിട്ട് അവര് ചെറുപ്പമാവുന്നു. പക്ഷെ അനുപേട്ടൻ പാവാട സാബു ആണെങ്കിലും ആ ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തത്. അപ്പൊ ഇത്തരം ക്യാരക്ടറുകളെ സമീപിക്കുമ്പോൾ ഒരു എഫേർട്ട് കൂടുതൽ വരാറുണ്ടോ നമ്മളെക്കാൾ ഒരു ഏജുള്ള? ഇത് എഴുത്തിലും ഇതിലുമാണ് ആക്ടർ നിൽക്കുന്നത്. അതിനപ്പുറം ഇതിനകത്ത് പിന്നെ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ 40 കിലോ കുറയണം, 50 കിലോ കുറയണം, പാവയിലൊക്കെ ഉള്ളത് അതുപോലെ അതെല്ലാം തന്നെയും ഇതെല്ലാം മേക്കപ്പിലും ബാക്കിയുള്ള സാധനത്തിലാണ് നിൽക്കുന്നത്. ആക്ടർ എന്ന രീതിയിൽ നമ്മളിപ്പം പാവാട ചെയ്യുന്നത് ഇസ് മോർ ഡിഫിക്കൽട്ട് ദാൻ വിക്രമാദിത്യൻ ഓർ ട്രാഫിക് ഇസ് വെരി ഡിഫിക്കൽട്ട്. കാരണം അത് അയാളുടെ ഒരു മോട്ടിവേഷനിലാണ് പടം പോണ്ടത്. അല്ലെങ്കിൽ അയാളൊരു തണുത്ത ഒരു കമ്മീഷണർ ആണെങ്കിൽ
ആ മൊത്തം ജേർണി ഇതായി പോകും. സോ അയാളുടെ ആ ഒരു എനർജി, അയാൾ എക്സ്യൂഡ് ചെയ്യുന്ന എനർജി ഷുഡ് ബി ആ 100% ഒരു തരി മാറാൻ പാടില്ല. അങ്ങനെയുള്ള പാടൊന്നും എനിക്ക് വിക്രമാദിത്യ ചെയ്യുമ്പോൾ ഇല്ല. വിക്രമാദിത്യ നമ്മൾ ഓതർ ബാക്ക് റോളാണ്. ഇൻഫാക്ട് നമ്മളിപ്പം മുന്തിരി വെളിയിൽ കറക്കുന്നു, അപ്പൊ അതിനകത്ത് ഓമനക്കുട്ടൻ എന്നുള്ള കാരണം എനിക്ക് ഒട്ടും എനിക്ക് പരിചയമില്ലാത്ത കൈൻഡ് ഓഫ് ഇതൊക്കെയുള്ള ഫ്ലർട്ടേഷൻസ് ഒക്കെ ഉള്ള ക്യാരക്ടറാണ്. അപ്പം അത് പാടാണ്, അതിലേക്ക് ഇറങ്ങാൻ ഭയങ്കര പാടാണ്. അതൊരു ഇറ്റ് ഇസ് ഈവൻ ഡിഫിക്കൽട്ട് ആൻഡ് ദ അതർ വൺ. അത് ഭയങ്കര കൺവിൻസിംഗ് ആയിരുന്നു. അതെ, ആ കൺവിൻസിങ് ആകണമെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഷേണയെ കൺവിൻസ് അങ്ങനെ എളുപ്പമാണ്. അത് ആക്ടറിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആക്ടറിന്റെ ഇതിൽ നോക്കുമ്പോൾ ഷേണയെ ഓൾറെഡി മുടി പറ്റച്ച് ഈ ഗ്രേ ഇട്ട് മീശ ഇങ്ങനെ ഒരു മറ്റേ പഴുതാര മീശ വെക്കുമ്പോഴേക്കും നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാം ദിസ് ഇസ് അനദർ ഗൈ എന്നുള്ളത്. പക്ഷേ മോഡുലേഷനിലും ഒക്കെ അതെ, ആ സാധനങ്ങളൊക്കെ ഇറ്റ് ഇസ് റിലേറ്റീവ്ലി ഈസി ദാൻ ദ അതർ എന്നാണ് ഞാൻ ആക്ടർ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ കാണുന്നതിൽ കറക്റ്റ് ആണ്, പക്ഷേ അറ്റ് ദ സെയിം ആംഗ്രി ബേബീസ് ഉള്ള പടം ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ദാൻ ദിസ്. അത് പക്ഷെ ഓഡിയൻസിന് അത് മനസ്സിലാവണമെന്നില്ല. നമുക്ക് അനൂപ് മേനോൻ അത് ചെയ്യുന്നതിനേക്കാൾ ഇത് ചെയ്യുമ്പോഴാ തോന്നുക. അത് തോന്നും, അത് ഭയങ്കര എഫേർട്ട് എടുത്തു തോന്നും. ആക്ച്വലി അല്ല, അത് കൃത്യമായി ലാൽ ചേട്ടനും ഇക്ബാൽ കുറ്റിപ്പുറവും ഇക്ബാൽ കൈ ഉണ്ടാക്കിയ ഒരു കൃത്യം ട്രജക്ടറി ആ സാധനത്തിനുണ്ട്. സോ ഇറ്റ് ഇസ് എൻ ഈസി കേക്ക് പോക്ക് ആണ് അത്. ബട്ട് അറ്റ് സെയിം ടൈം ഇപ്പം ആംഗ്രി ബേബീസ് നമ്മൾ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഇത് ഉണ്ടാക്കണ്ടേ, ഈ ഫൺ ഉണ്ടാക്കണ്ടേ, ചിരിക്കണ്ടേ. അവനെയും ഞാനുമായിട്ടുള്ള മറ്റേ ആ ഒരു ബെഡ്റൂം സീനിലെ മേക്ക് ഓഡിയൻസ് ലാഫ് ഓർ ഒരു സെൻസിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ത്രൂ ഔട്ട് അത് അങ്ങനെ തന്നെ ആ കെമിസ്ട്രി പോകുന്നുണ്ട്. ശ്രദ്ധയായിട്ട് ഓമനക്കുട്ടൻ ആയിട്ട് വരുന്നതിലും എങ്ങനെയാ അങ്ങനെയുള്ള കെമിസ്ട്രീസ് പെട്ടെന്ന് വർക്ക് ആവാ? നിങ്ങളുടെ വർക്ക് ആവുന്നേ ഉള്ളൂ. അതങ്ങനെ പ്രത്യേകിച്ച് ഇതിനകത്തൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഒന്നും ഇല്ല. ഇങ്ങനെ ഇത് വർക്ക് ആവുന്നു, നമ്മൾ വർക്ക് ആവുന്ന വിചാരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം വളരെയധികം. ഇപ്പം ഞാൻ പറയാം നടികർ എന്ന സിനിമ, അപ്പൊ അതില് ക്ലൈമാക്സ് ഞാനും ടോബി ആയിട്ടുള്ള ക്ലൈമാക്സ്, ഹോൾ ആ ക്ലൈമാക്സ് സീക്വൻസ് കഴിയുമ്പം ഹോൾ സെറ്റ് ഭീകരമായി കൈയടിച്ച ഒരു സീക്വൻസ് ആണത്. ബട്ട് ദ ഫിലിം ഡിഡ്ന്റ് വർക്ക്. വി ഓൾ തോട്ട് ദ ഫിലിം വുഡ് വർക്ക് വെൽ. ആ ക്ലൈമാക്സ് അവിടെ വീണ്ടും വീണ്ടും അവിടെ ഇരുന്നിട്ട് അവിടുത്തെ ഏറ്റവും വലിയ രഞ്ജിയേട്ടനും സുരേഷും ഒക്കെ ഇരുന്ന് വീണ്ടും വീണ്ടും കണ്ട ഒരു സ്റ്റേജ്. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് വർക്ക്. ആസ് ദ ഫിലിം ഡിഡ്ന്റ് വർക്ക്, ദാറ്റ് ഡിഡ്ന്റ് വർക്ക്. സോ ദാറ്റ് ഹാപ്പൻസ്. ചിലത് നമ്മൾ ഒട്ടും വർക്ക് ആവില്ല എന്ന് വിചാരിച്ച പല സിനിമകളും 100 ദിവസം ഓടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് നമ്മൾ ഈ എന്താ പറയാ, ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ വളരെ നിരായുധനായ ഒരാളാണ്. നമുക്കിത് അറിയില്ല, നമുക്കിത് ഓടൂല, അത് വർക്കാവില്ല. ഇത് ഫസ്റ്റ് ദിവസം ഇവര് വന്ന് കണ്ടിട്ട് മാത്രമേ ഇത് വർക്കാവും. പിന്നെ ഇത് അവിടെ തിയേറ്റർ വർക്കാവാത്തപ്പോ OTT വർക്കാവും ഭയങ്കരമായിട്ട്. പത്മ തിയേറ്ററിൽ അങ്ങനെ ഒരു മാക്സിമം 2 ആഴ്ച 3 ആഴ്ച പോയ പടമാണ്. പക്ഷെ OTT became a ഹ്യൂജ് ഹിറ്റ്. ഞാനൊക്കെ OTT-ലാണ് കണ്ടത്. ഒരുപാട് പേര് പത്മ OTT-ലാണ് കണ്ടത്. ആമസോണിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സിനിമ പത്മയായിരുന്നു. സോ അത് ദാറ്റ് ഹാപ്പൻസ്. നമുക്കിത് ഞാൻ പറഞ്ഞല്ലേ, ഇത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അപ്പൊ ഇതിനെക്കുറിച്ച് ഭീകരമായിട്ട് ഇപ്പം ചെക്ക്മേറ്റിനെ കുറിച്ച് പോലും ഞാനിപ്പോ എന്തുമാത്രം സംസാരിച്ചാലും പാടെ ഓടില്ല, നമുക്കറിയില്ല. വീടുണ്ടോ? സോ മൈറ്റ് ആസ് വെൽ നമുക്ക് ആകെ ചെയ്യാവുന്നത് നമ്മുടെ 100% കൊടുക്കുക. നമുക്ക് റിഗ്രറ്റ് പിന്നെ ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ അതിനു വേണ്ടി യത്നിക്കുക. അത് മാത്രമേ ചെയ്യാൻ പറ്റൂ. അത് ചെയ്യുന്നുണ്ട് എല്ലാ സിനിമകളും. ഫിനിക്സിന്റെ സമയത്ത് പ്രസ് മീറ്റിൽ പറഞ്ഞായിരുന്നു, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്, ഞാൻ ഔട്ടായി എന്ന് വിചാരിക്കുമ്പോൾ ആരെങ്കിലും പിടിച്ച് വലിച്ചു കൊണ്ടുവരും. പക്ഷെ നമ്മളറിയുന്ന അനൂപ് മേനോൻ, പ്രൊഡ്യൂസർ, ആക്ടർ, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ ആയ ഒരു അനൂപ് മേനോൻ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു പ്രൊജക്ട് ഓൺ ചെയ്യാൻ അത്രയൊക്കെ പ്രയാസമുണ്ടോ എന്ന് ഞങ്ങൾ ചിന്തിക്കും. അപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ലല്ല, അത് സത്യമാണത്. നമുക്കിപ്പോ അതൊരു മഹാഭാഗ്യം കൊണ്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ 3 വർഷം നോക്കുകയാണെങ്കിൽ ഞാൻ ഞാൻ മെയിൻ റോൾ ചെയ്ത സിനിമകളിൽ 21 ഗ്രാംസ് മാത്രമാണ് നല്ല കളക്ഷനും അതിന് ലാഭവും ചർച്ചയും ഒക്കെ ഉണ്ടായ സിനിമ. 2 ഹീറോ പ്രോജക്ട് ചെയ്ത പടങ്ങളെല്ലാം ഒരുപാട് ഓടിയ സിനിമകളാണ്. പക്ഷെ ഒരു ആസ് എ സിംഗിൾ ഹീറോ ഇനി കഴിഞ്ഞ 3 വർഷത്തിലാകെ 21 ഗ്രാംസ് മാത്രമേ ഉള്ളൂ വർക്കായ പടം എന്ന് പറയുന്നത്. ലാഭം കിട്ടിയത് പത്മ മാത്രമാണ്. അപ്പം അത് ദാറ്റ് ഹാപ്പൻസ്. അപ്പൊ ഇത് നമുക്കറിയില്ല. നമുക്കൊരു ഷുവർ ഷോട്ടായിട്ട് എന്റെ പടം ഓടുന്നു എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഞാൻ വിശ്വസിക്കുന്നുമില്ല.
അപ്പൊ അത് സത്യമാണ്, ആ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ തന്നെയാണ്. ചിലപ്പോൾ മറിഞ്ഞപ്പുറത്ത് വീഴും, അപ്പുറത്ത് റോങ് പറമ്പിൽ വീണാലും എങ്ങനെയെങ്കിലും ഉരുട്ടി വീണ്ടും കയ്യാലപ്പുറത്ത് വയ്ക്കും. ഇനി മുന്നോട്ട് മലയാള സിനിമയിൽ വരാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ വർക്കായിട്ട് അവിടെ അതേ തന്നെ ഉള്ളൂ. ആണോ? ഒരു സിനിമ ചെയ്തപ്പോഴേക്ക് അവർക്ക് നല്ലോണം വായിച്ചിട്ടുണ്ട്. സോ യാ, ഹോപ്പ്ഫുള്ളി ഗുഡ് ക്യാരക്ടേഴ്സ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ ആൾക്കാര് പ്രേക്ഷകര് നമ്മുടെ ചെക്ക്മേറ്റ് കണ്ടിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഹോപ്പ്ഫുള്ളി വിചാരിക്കുന്നു. അങ്ങനെ തന്നെ നടക്കട്ടെ. ജയസൂര്യ, അതുകൂടെ ചോദിക്കാം. എന്താ വെച്ചാൽ ചേട്ടൻ്റെ കരിയറിൽ അബ്ദു ആയാലും സ്റ്റീഫൻ ആയാലും ഏറ്റവും നല്ല റോൾ ജിമ്മീൻ്റെയൊക്കെ ഒരു ലുക്ക് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു ആ സമയത്ത്, ഈ സിനിമകൾ വരുന്ന സമയത്ത്. അങ്ങനെയുള്ള നിങ്ങളുടെ സൗഹൃദം അത്രയും ചർച്ചയായത് തന്നെയാണ്. ആ സമയത്ത് ഈ ഓരോ ക്യാരക്ടറും ചേട്ടനെ ആലോചിക്കുന്നത് ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗത്ത് ഈ സൗഹൃദം എന്നുള്ളതുകൊണ്ട് നമുക്കൊരു സിനിമ എന്നുള്ള രീതിയിലായിരുന്നു, അല്ല ക്യാരക്ടറിന് സ്യൂട്ടായ ആൾ എന്നുള്ള അല്ല, സൗഹൃദം തന്നെയാണ്. സൗഹൃദം തന്നെയാണ്. 100% അത് തന്നെയായിരുന്നു. അപ്പൊ അന്നത്തെ സിനിമകൾ ആലോചിക്കുമ്പോൾ ജയനല്ലാതെ ഞാൻ വേറൊരാളെ ആലോചിച്ചിട്ടേ ഇല്ല. അത് ഡേവിഡൻ ഗോലിയത്തില് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്യാരക്ടറാണ് അവന്റെ. അത് കാലിഫോർണിയ ആയാലും ഗാങ്സ് ഓഫ് അടക്കുന്ന വരാല ജെയ്സൺ ആയാലും എല്ലാം അവനെ തന്നെ മനസ്സിൽ കണ്ട് ചെയ്തു തന്നെയാണ്. അല്ലാതെ അത് ഒരു ക്യാരക്ടർ എഴുതി എന്നാൽ പിന്നെ ഇവനെ കൊണ്ട് ചെയ്യിക്കാം, അതല്ല, അയാളെ തന്നെ മനസ്സിൽ കണ്ട് എഴുതിയാണ്. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ആ ഒരു സൗഹൃദത്തിലുള്ള സിനിമകളും ഞങ്ങൾ മിസ് വരുന്നില്ല. ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും രണ്ട് തരത്തിലുള്ള സിനിമകളിലേക്ക് പോയി. ഞാനും ഒരുപാട് സിനിമ വേറെ ചെയ്തു. അപ്പം ഞാൻ അത് എനിക്കാണ് ഗുണം ചെയ്തത്. കാരണം വെച്ചാൽ ഞാൻ എഴുതുക മാത്രം ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇത്രയധികം സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരു റൈറ്റർ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു 6 മാസം ഒരു പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സാധനം വരും. സോ ഐ വാണ്ടഡ് ടു മേക്ക് എ കരിയർ ഓഫ് മൈ ഓൺ ആസ് ആൻ ആക്ടർ. സോ അത് ഞങ്ങൾ ഒരുമിച്ചെടുത്ത ഒരു ഡിസിഷൻ തന്നെയാണ്. അങ്ങനെയാണ് ഞങ്ങളത്. ഇനി ഉണ്ടാവാം, ഈ ബ്യൂട്ടിഫുളും ലോഡ്ജും ഒക്കെ ഉണ്ടാവാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഹരിത. ബ്യൂട്ടിഫുൾ. ഓക്കെ, താങ്ക് യു.